പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ ധനുഷിന്റെ ഇപ്പൊ അല്ലാതെ മൂവിയിലെ സീൻ ഏകദേശം എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനോട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുക്കുന്നു എന്ന് ചെയ്യുന്ന സിനിമകളൊക്കെ ഏകദേശം ക്ലൈമാക്സിൽ അടുത്തിരിക്കുന്ന ആ ഒരു സമയമാണ്. അപ്പൊ നമുക്ക് നോക്കാം കഴിഞ്ഞ സീനില് എന്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ പുള്ളിക്കാരൻ, അതായത് രവി എന്ന് പറയുന്ന, രവി അല്ലേ പേര്, രവി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ചെറിയൊരു മാറ്റങ്ങളൊക്കെ നമ്മള് കുറച്ചൊരു ഭയങ്കര ഈഗോയിസ്റ്റ് ക്യാരക്ടറായിട്ട് ട്രാൻസ്ഫോർമേഷൻ ആവുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയായിരുന്നു. അത് മാത്രമല്ല ചേട്ടന്റെ ക്യാരക്ടർ കുറച്ചൊരു പാവത്തിലൊക്കെ നമുക്ക് തോന്നി, പറഞ്ഞു കൊടുക്കുന്നുണ്ടേ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ എന്നൊക്കെ, ചെറുതായിട്ട് റെസ്പെക്ട് ഒക്കെ തോന്നുന്ന രീതിയിലുള്ള ഒരു വില്ലൻ ക്യാരക്ടറാണ്. അപ്പൊ നമുക്ക് എന്തായാലും നോക്കാം അടുത്ത സീനിൽ എന്താ വരാൻ പോകുന്നത്. അപ്പുറത്തും നമ്മളെ എന്താ പറയാ ആളിങ്ങനെ പെട്ട് കിടക്കാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത ജോലിയൊക്കെ പോയിട്ട് ഫുള്ള് കഷ്ടപ്പാടാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡിയല്ലേ? ബൈക്ക് പോയ പിന്നെ ഒരുമാരെ പെട്ട അവസ്ഥയാണല്ലോ. പിന്നെ എടുത്തു പറയേണ്ട എന്താ അറിയോ, വെട്രിമാരൻ പടത്തിൽ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്താ വെച്ചാൽ നമ്മള് സിനിമ ഇങ്ങനെ കാണുന്ന സമയത്തില്ലേ, ഇപ്പൊ ധനുഷാണ് മെയിൻ റോളിലെങ്കിലും നമ്മൾ ഇവരെ വല്ലാണ്ട് ഓർക്കുന്നു. ഇപ്പൊ രവി ആയാലും, രവി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡാനിയൽ ബാലാജി ആയാലും ഭയങ്കര വില്ലന്മാരെന്നുള്ളൊരു മുദ്ര കുത്തിയിട്ട് വെക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് അദ്ദേഹം ഒന്ന് മാറി. കാരണം വെച്ചാൽ നമ്മള് ഇപ്പോഴും ഫസ്റ്റ് പറയുന്നത് ഇവരെ കുറിച്ചിട്ടാണ്, എന്നിട്ടാണ് പിന്നെ നമ്മള് ധനുഷിന്റെ കാര്യങ്ങൾ ഇവരുടെ പാർട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് അങ്ങനെയായി, ചേട്ടൻ എങ്ങനെയാണ്, അനിയൻ എങ്ങനെയാണ്. അല്ലെങ്കിൽ എന്താ വില്ലൻ എന്ന് പറഞ്ഞ ഒരൊറ്റ കാറ്റഗറി മാത്രമേ ഉള്ളൂ, അതില് തരംതിരിവൊന്നും ഇല്ലായിരിക്കും. അതില് മറ്റേ തരംതിരിവ് കുറച്ച് ക്രൂര, മറ്റേത് കുറച്ചും കൂടി ക്രൂര. ഇവിടെ എന്ന് പറയുന്ന ആ വില്ലന്മാരിൽ തന്നെ കുറച്ച് മനസ്സലിവുള്ളവരും അതിന്റെ ഇച്ചിരി മുകളിലും അതിനെ ഊളന്മാരും എല്ലാരും കാണിച്ചിട്ടുണ്ട്. കാണാം. ഞാനത് പറയണത് എടുത്തു പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലേ, നമ്മളിപ്പോ സംസാരിച്ചപ്പോ അതല്ല പറഞ്ഞത്. തുടങ്ങിയാലേ லைஃப்ல செட் ஆகணும்னா அந்த பையன் பிரச்சனையை தொட விட்டுரு. இல்ல அவனை வெட்டுவே நின்னா தொழில் பண்றத மறந்துடு. இങ്ങനെ வெட்டி வெட்டி എപ്പോഴും நம்மளுக்கு ஒருத்தனை பிடிக்கலன்றதுக்கு கோவத்துக்கெல்லாம் கொலை செய்ய நினைக்க கூடாதுடா. தொழிலுக்காக செய்யறியா செய், தப்பு இல்ல, அது தொழில். நம்ம அவட்ட கூட வச்சுன்னு வைங்க, தொழில் செய்ய கத்துக்க. தேவையில்லாத அவனை முறைச்சுன்னா அவன் யாரு என்னன்னு பார்க்க மாட்டான், புரியுதா? അതാ പറഞ്ഞ മനസ്സിലായോ, ഒരാളെ ഇഷ്ടമല്ലാന്ന് വിചാരിച്ച് വെറുതെ കൊല്ലാൻ നിൽക്കരുത്. അല്ലല്ലോ പോയിന്റ്, തൊഴിലിന് വേണ്ടിട്ട് ചെയ്യുന്ന പ്രശ്നമില്ല അല്ലേ? വില്ലൻ വരെ ഇങ്ങനത്തെ ഡയലോഗ് പറയുന്നു, ഭയങ്കര ജ്ഞാനീനൊക്കെ പോലെ. കിഷോർ എന്തെങ്കിലും പണി വരുന്നുണ്ടോ? പഞ്ചർ ആക്കിയതാണല്ലോ. ബീജം മാറിയണ്ടേ അത് പെട്ടെന്ന്. വേറെ ആരൊക്കെയോ കേട്ടോ അല്ലേ? മറ്റേ പെട്ടെന്ന് കൊണ്ടതിന്റെ ഇതിലാണോ? അകത്ത് അടച്ചിട്ടോ വേഗം. അനിയനോടൊന്നും സ്നേഹം കാണിച്ചാണ്ടോ? ഓഫ് മാസ് ട്ടോ അല്ലേ? വേഗം കാറിനുള്ളിൽ അടച്ചിട്ട് ഇങ്ങേർക്ക് ബീജം കൊടുക്കണം. ഇപ്പൊ ആ ബീജം വെറുതെ അല്ല കൊടുത്തത്, നേരത്തെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴൊക്കെ. ഭയങ്കര പ്രൊട്ടക്ട് ചെയ്യാനല്ലേ കുറച്ച് ഇരിക്കുന്ന ആ മറ്റേ സീനൊക്കെ കട്ട് ചെയ്യുന്നു. അവിടെ എന്തൊരു മാറ്റില്ലേ? ഇല്ല ഇല്ല ഇല്ല, കുത്തി. അത് കഴിഞ്ഞ ഉടനെ തിരിച്ചിതാക്കാൻ വേണ്ടി പോകുമ്പോ കണ്ട് ഓ ഇത് രവിയുടെ സ്കെച്ചാണ്. ഒരു വൃത്തിയുടെ ക്യാരക്ടറാണ് ആ ക്യാരക്ടർ, മനസ്സിലായില്ലേ?
போறாங்கடா. ഇല്ല കുത്തിയില്ലല്ലോ സൈഡിലാക്കി. இப்ப போடண்டா அந்த பிரபுவையும் குடும்பத்துல இருக்கிறவனையும் ഔട്ട് വെച്ച്. ഓ ഔട്ട് വെച്ചത് മറ്റേ ക്യാരക്ടർ ഇല്ലേ? വണ്ടി കൊണ്ട് തിരികെ കഴിക്കാൻ ரொம்ப കഷ്ടപ്പെടുമ്പോ ഇതൊക്കെ നമ്മൾ തലയെ കവണിക്കണം. മറ്റേ ക്യാരക്ടറിനെ എരിയേറ്റാനാണ് പ്ലാന്. മറ്റേ ഒരു ഫ്രണ്ട് ഇല്ലേ എപ്പോഴും കൂടി ഉണ്ടാവുന്നത്, ഔട്ട് എപ്പോഴും കൂടി ഉണ്ടാവുന്നത് ആ ക്യാരക്ടർ ഭയങ്കര ദേഷ്യരിക്കില്ലേ? ഇതാ ക്യാരക്ടർ ഭയങ്കര ജീവനാണ്. അനിയനില്ലാത്ത സ്നേഹം ഉണ്ട് ഞങ്ങൾക്ക്. മനസ്സിലായ? ഇവനെ വെച്ചിട്ട് പ്രഭുവിനെ മൊത്തം തീർക്കാന്ന് പറഞ്ഞത്. കട്ട് ചെയ്തു അവിടെ കാണിച്ചില്ല. അങ്ങനത്തെ സീനുകൾ കാണിക്കുന്നില്ല. കുറച്ച് ഇന്റൻസ് ആണോ ഡൗട്ട് ഉണ്ട് ആ സീനൊക്കെ. ഇതല്ലേ കെട്ടി പൊടിയൊക്കെ പിടിച്ചിട്ട് അവിടെ വണ്ടി കിട്ടിയ സമയത്ത് ഇവിടെ പ്രശ്നമായി. ഇനിയിപ്പോ വെറുതെ ഇരിക്കില്ലല്ലോ. മറ്റാണെന്ന് പറയും. எல்லாருமே மூஞ்சில துணி கட்டியிருந்தாங்க. அந்த முதல்ல என்ன தள்ளி விட்டு என்ன ஊர்ல இல்ல போட்டாங்க. எங்க அப்பா என்ன காலேஜ் கூட அனுப்புறதில்ல. பயமா இருக்குடா. இப்ப அவன் நம்ம லவ் ஒத்துக்கவே மாட்டார் போல் இருக்கடா. ஒத்துப்பாரு, எல்லாம் கரெக்டா நடக்கும். எனக்கு ஒரு பார்க்கணும். സർവീസ് நைட் வரட்டுமா? மணி கட்டிச்சுல എല്ലാ പ്രോബ്ലം സോൾവ് ആയിടും. ഓ ഒരേ സമയം രണ്ട് സിറ്റുവേഷൻ. വൈഫിന് അത്ര ഇഷ്ടം മറ്റേതാണല്ലോ. അപ്പൊ ഭയങ്കര നല്ല ഹസ്ബൻഡ് കൂടെ അല്ലേ വീട്ടില്. ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് അറിയാൻ മറ്റേ അനിയനെ. ഒരു ഊള ക്യാരക്ടർ രവി. നമ്മുടെ സ്റ്റോറിയുടെ വെള്ളപ്പാണോ അന്നേക്ക് വിരോധക്കാരങ്ങൾ ഭയം കൂട്ടി വെച്ചു. നല്ലോണം എല്ലാ പ്രശ്നവും കഴിഞ്ഞെന്ന് പറഞ്ഞു വരുന്നതാണ്. ആള് മറ്റേ വണ്ടിയൊക്കെ വൃത്തിയൊക്കെ വരുന്നത്. ഈ ഡ്രസ്സിലല്ലേ ഉണ്ടായ ഫസ്റ്റ് സീനില് വൈറ്റ്. എല്ലാരെയും മാക്സിമം ആ മറ്റേ അന്ന് കൊട്ടേഷൻ ഇറങ്ങിയ ടീംസ് ഒക്കെ ഇല്ല, അവരൊക്കെ കൊല്ലാൻ തോന്നി. ആളിറങ്ങി ഞങ്ങള് മറ്റേ അവസാനം ഈ ക്യാരക്ടർ അല്ലണ്ടേ. ഓ സീന് കംപ്ലീറ്റ് സീൻ.